ഒമാനിൽ ആരോഗ്യമേഖലയിൽ സ്വദേശിവൽക്കരണം ശക്തമാക്കുകയാണ്. ഫാർമസി മേഖലയിൽ സ്വദേശികളെ നിയമിക്കുന്നതിന് ആരോഗ്യ മന്ത്രാലയം സർക്കുലർ പുറത്തിറക്കി. നിലവിൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ ലൈസൻസ് ഇനി പുതുക്കി നൽകില്ല. ഫാർമസി മേഖലയിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാണ് പുതിയ തീരുമാനം. ആരോഗ്യ മേഖലയിൽ നിരവധി മലയാളികളാണ് തൊഴിലെടുക്കുന്നത്. ലൈസൻസ് കാലാവധി പൂർത്തിയാക്കുന്നതോടെ ഇവർക്ക് തൊഴിൽ നഷ്ടമായി രാജ്യം വിടേണ്ടി വരും. വാണിജ്യ കേന്ദ്രങ്ങളിലും ആശുപത്രികളിലുമുള്ള ഫാർമസികളിൽ സ്വദേശികളെ നിയമിക്കണമെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഫാർമസിസ്റ്റുകളും അവരുടെ സഹായികളും നിർബന്ധമായും ഒമാനികളായിരിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന സർക്കുലറാണ് മന്ത്രാലയം പുറത്തിറക്കിയത്. ആരോഗ്യമേഖലയിൽ സ്വദേശിവൽക്കരണ നിരക്ക് വർദ്ധിച്ചതായി ആരോഗ്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സർക്കാർ മേഖലയിൽ സ്വദേശിവൽക്കരണം 72% ഉയർന്നു. സ്വകാര്യ മേഖലയിൽ 10% വളർച്ച രേഖപ്പെടുത്തി. ഷാർജയിൽ മരിച്ച 1.5 വയസ്സുകാരി വൈഭവിയുടെ മൃതദേഹം സംസ്കരിച്ചു. ദുബായ് ന്യൂ സൊണാപൂരിലെ പൊതുശ്മശാനത്തിലായിരുന്നു സംസ്കാരം. വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷ്, വിപഞ്ചികയുടെ അമ്മ, സഹോദരൻ എന്നിവയും ചടങ്ങിൽ പങ്കെടുത്തു. അതേസമയം വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. കൊച്ചിന്റെ സംസ്കാരം വൈകുന്നത് ഒഴിവാക്കാനാണ് വിട്ടുവീഴ്ച ചെയ്തതെന്നും ആരോടും ഒരു എതിർപ്പുമില്ല എന്നും വിപഞ്ചിയുടെ കുടുംബം പറഞ്ഞു. ആദ്യം ഇരുവരുടെയും മൃതദേഹം നാട്ടിൽ കൊണ്ടുവരണമെന്ന ആവശ്യം കുടുംബം ഉന്നയിച്ചെങ്കിലും പിന്നീട് കുട്ടിയുടെ മൃതദേഹം ഷാർജയിൽ തന്നെ സംസ്കരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ലോകത്താദ്യമായി ഡിജിറ്റൽ ഉള്ളടക്കങ്ങളെ വേർതിരിക്കുന്നതിനുള്ള ചിഹ്നങ്ങൾക്ക് രൂപം നൽകി ദുബായ്. മനുഷ്യനിർമ്മിതവും AI നിർമ്മിതവും തിരിച്ചറിയുന്നതിനാണ് പദ്ധതി. ഹ്യൂമൻ മെഷീൻ കൊളാബറേഷൻ ഐക്കൺ എന്ന പേരിൽ 5 ചിഹ്നങ്ങളാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ഉള്ളടക്കങ്ങളും എത്രമാത്രം മനുഷ്യനിർമ്മിതമാണെന്നും നിർമ്മിത ബുദ്ധിയുടെ പങ്ക് എത്രയുണ്ടെന്നും ഇതിലൂടെ വ്യക്തമാക്കാം. ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷൻ രൂപം നൽകിയ ചിഹ്നങ്ങൾക്ക് അംഗീകാരം നൽകി. പ്രസിദ്ധീകരണങ്ങൾ, വീഡിയോ കണ്ടന്റുകൾ തുടങ്ങിയവ എത്രമാത്രം മനുഷ്യനിർമ്മിതവും നിർമ്മിത ബുദ്ധിയുടെ പങ്കുള്ളതാണെന്നും കണ്ടെത്താം. ദുബായ് ഫ്യൂച്ചറിന്റെ വെബ്സൈറ്റിൽ നിന്നും സൗജന്യമായി ഈ ചിഹ്നങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. വിസ് എയർ അബുദാബി പ്രവർത്തനം അവസാനിപ്പിക്കുന്നതോടെ UAE 100 കണക്കിന് ജീവനക്കാർ പ്രതിസന്ധിയിൽ. 450ഓളം പേർ വിസ് എയർ അബുദാബിയിൽ തൊഴിലെടുക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. സെപ്റ്റംബർ 1 മുതൽ സർവീസ് ഇല്ലെന്നാണ് വിസ് എയറിന്റെ അറിയിപ്പ്. ഹംഗേറിയൻ എയർലൈനായ വിസ് എയർ അബുദാബി കേന്ദ്രമാക്കി നിരവധി പശ്ചിമേഷ്യൻ നഗരങ്ങളിലേക്ക് വിമാന സർവീസുകൾ നടത്തിയിരുന്നു. ഈ മേഖലയിൽ നിരവധി പേർക്ക് തൊഴിലും നൽകി. വിസ് എയർ CEO ജോസഫ് വരാഡി കഴിഞ്ഞ ദിവസം ജീവനക്കാരെ നേരിട്ട് ബന്ധപ്പെട്ട് ബദൽ മാർഗങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വിസ് എയറിന്റെ തന്നെ യൂറോപ്യൻ ശൃംഖലയിലെ ജോലി വാഗ്ദാനമാണ് ഇതിൽ പ്രധാനം. പക്ഷേ വിസ് എയർ അബുദാബിയിൽ ജോലി ചെയ്തിരുന്ന നിരവധി പേരും യൂറോപ്പിലേക്ക് കുടിയേറുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണെന്നും ബ്ലൂംബെർഗ് റിപ്പോർട്ടിൽ പറയുന്നു. ജോലി നഷ്ടപ്പെടുന്ന ജീവനക്കാർ സെപ്റ്റംബറിൽ എയർലൈൻ മാനേജ്മെന്റ് പ്രത്യേക അലവൻസ് നൽകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. NTV UAE to the world.